ശ്രീജിത്ത് സാർ നമസ്കാരം. കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് സമരത്തിലാണ്. അവരുടെ വേതനം വർദ്ധിപ്പിക്കണം, ജീവിതത്തിന് ഒരു വഴിയുമില്ല, ജീവിക്കാൻ ഒരു വഴിയുമില്ല എന്ന വിലാപം കൊണ്ട് അവർ സംസ്ഥാന സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വേതനം കൂട്ടണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ പറയുന്നത് കേന്ദ്രമാണ് ഉയർത്തേണ്ടത് എന്ന തൊടുന്യായം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരസ്പരം അവർ ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഇടപെടൽ വളരെ മനുഷ്യത്വപരമായി അവിടെ ഉണ്ടാവുന്നു. അദ്ദേഹം അത് കേന്ദ്രത്തിൽ അവതരിപ്പിക്കുന്നു. അതിനുശേഷം JP നദ്ദ അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വേതനം വർദ്ധിപ്പിക്കും എന്ന കാര്യം പറയുന്നു. അത് സുരേഷ് ഗോപി ആ പന്തലിലെത്തി അവരെ അറിയിക്കുന്നു. തുടർന്ന് ഇന്ന് സംഭവിച്ചത്, ഞാൻ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്, സംസ്ഥാന സർക്കാർ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് അവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഈ സമരം തീർപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ്. അത് സുരേഷ് ഗോപിയുടെ ഒരു ഇടപെടൽ മൂലം കൂടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ തരത്തിൽ ആശാ വർക്കേഴ്സിനൊരു സമരം ഒത്തുതീർപ്പാകുന്നതിൽ സുരേഷ് ഗോപി ഒരു വലിയ പങ്ക് വഹിച്ചോ? തീർച്ചയായിട്ടും. കാരണം കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാരാണുള്ളത്. അതിലൊന്ന് ശ്രീ ജോർജ് കുര്യനും മറ്റൊന്ന് ശ്രീ സുരേഷ് ഗോപിയുമാണ്. അപ്പോൾ സാങ്കേതികമായി അദ്ദേഹം തൃശ്ശൂരിൽ നിന്നുള്ള MP ആണ് എങ്കിലും ഈ സമരം നടക്കുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം. അല്ലെങ്കിൽ ഇവിടെയാണ് അദ്ദേഹം ദീർഘകാലമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനുഭാവപൂർവ്വം ഈ സമരവുമായി സഹകരിക്കുന്നു. സമരത്തിലുള്ള ആൾക്കാരുടെ ഡിമാൻഡ് വളരെ ലെജിറ്റിമേറ്റ് ആണ് എന്ന് പറയുന്നു. അവരുടെ ആവലാതികളെല്ലാം തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നും അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അത് എത്തിക്കുന്നതിന് തൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകും എന്ന് അദ്ദേഹം അവിടെ വാഗ്ദാനം നടത്തിയിരുന്നു. അതുകൂടാതെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഇവരുടെ മുദ്രാവാക്യങ്ങളും ഇവരുടെ അവകാശങ്ങളും ആവശ്യവാദങ്ങളും എല്ലാം തന്നെ ശരിയാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വലിയ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ പലപ്പോഴും തെറ്റായിട്ടുള്ള പല ക്ലെയിമുകളും ഇവിടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിയെ പോലും ഒരു വേള ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു ശ്രമം നടന്നിരുന്നത്. നമുക്കറിയാം, CITU നേതാവ് ശ്രീ KN ഗോപിനാഥിൻ്റെ ഭാഗത്തു നിന്നാണ് സുരേഷ് ഗോപി അവിടെ ഉമ്മ കൊടുക്കുന്ന ആളാണ് എന്ന രീതിയിലത്തേക്കുള്ള ചില പരാമർശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരേ സമയം അദ്ദേഹത്തിനെയും ആശാപ്രവർത്തകരെയും എല്ലാം തന്നെ മോശമായി ചിത്രീകരിക്കുന്നതിനുള്ള ഒരു ശ്രമം പോലും അവിടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലത്തേക്ക് ഈ സമരവുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആൾക്കാരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടുന്ന ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ശ്രീ സുരേഷ് ഗോപി വീണ്ടും ഈ സമരപന്തലിൽ എത്തുകയും കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അവരെ അറിയിക്കുകയും താൻ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അതിലൊരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആശയം അവിടെ അറിയിക്കുകയും ഒപ്പം തങ്ങളെ അവഗണിക്കുന്ന, തങ്ങളോട് വളരെ മോശമായി സംസാരിക്കുന്ന CITUക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഈ വ്യാജമായിട്ടുള്ള ആരോപണങ്ങളെ മുഴുവനും പൂർണ്ണമായും നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് മുന്നേറാനായിട്ട് ഇവർക്ക് ആശയപരമായിട്ടുള്ള ഒരു പിന്തുണ നൽകുന്നതും. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഇടപെടൽ എന്നുള്ളത് അവിടെ ഫലപ്രദമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഫലപ്രദമായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു ഡൽഹി സമരമാണ് ഇക്കാര്യത്തിൽ വേണ്ടത് എന്ന രീതിയിലാണ് ഇവിടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത്. CITUക്കാരും പറഞ്ഞിരുന്നത് അതാണ്, CPMകാരും പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. സംസ്ഥാന സർക്കാരല്ല ഈ വിഷയത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കേണ്ടത്, അത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ഉപവസിക്കുന്നതിന് പകരം അല്ലെങ്കിൽ സമരം ചെയ്യുന്നതിന് പകരം നിങ്ങൾ നേരെ ഡൽഹിയിലേക്ക് പോകൂ, ഞാനും നിങ്ങളോടൊപ്പം വരാം എന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ അത് അങ്ങനെ ഒരു സമരത്തിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാകാതെ പലതരത്തിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, സുരേഷ് ഗോപി നേരിട്ട് എത്തി ഈ കാര്യം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്, നമ്മുടെ ലോക്സഭയിലും രാജ്യസഭയിലും കോൺഗ്രസിൽ നിന്നുള്ള CPIയിൽ നിന്നുള്ള അംഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം കേന്ദ്ര മന്ത്രിമാരിൽ നിന്ന് ആരാഞ്ഞിരുന്നു. ആ സമയത്തെല്ലാം തന്നെ ആശയ വ്യക്തതയോട് കൂടി തന്നെയാണ് അഭിപ്രായ പ്രകടനങ്ങൾ കേന്ദ്ര മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി വീണ്ടും പറയുന്നുണ്ട്, ഇന്നവിടെ എത്തുന്ന സമയത്തും അദ്ദേഹം പറയുന്നുണ്ട്, കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിലാണ് വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്, പാർലമെൻറ്റിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധ്യമല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഇനി പണം തരാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ സംസ്ഥാനം പറയുന്നത് ഇപ്പോഴും 2023-24 സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ഇനിയും കിട്ടാനുള്ള പണമുണ്ട്, 630 കോടിക്ക് മുകളിൽ ഇനിയും കിട്ടാനുണ്ട്, അത് നമ്മൾ അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കണക്കൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് എന്നാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വരേണ്ടതുണ്ട്. കാരണം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കേന്ദ്രത്തിന് ഫെബ്രുവരി മാസത്തിലാണ് അതിൻ്റെ കണക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ കണക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതാത് സാമ്പത്തിക വർഷത്തേക്കുള്ള അലൊക്കേഷനാണ് കിട്ടുക. അതുകൊണ്ടാണത് മാർച്ച് 31-നകം തന്നെ യൂട്ടിലൈസേഷൻ ഉണ്ടാകണം
എന്ന കണ്ടീഷനോടുകൂടി സർക്കാർ അത് നൽകുന്നത്. മറിച്ച് വയനാട്ടിൽ ദുരന്തമുണ്ടായി എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായി ഇതിൻ്റെ എല്ലാം തന്നെ ഒരു സ്റ്റോക്ക് എടുത്ത ശേഷം കേന്ദ്രത്തിന് കണക്കുകൾ സമർപ്പിക്കാമായിരുന്ന സാഹചര്യത്തിൽ അത് ചെയ്യാതെ ഫെബ്രുവരി മാസം നമ്മൾ സമർപ്പിച്ചിട്ട് പണം കിട്ടുന്ന സമയത്ത് അയ്യോ യൂട്ടിലൈസേഷൻ ഇനി ഈ മാർച്ച് 31 സാധ്യമല്ലേ, കേന്ദ്ര സർക്കാർ ഞങ്ങളെ വീർപ്പ് മുട്ടിക്കുന്നേ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആരും തന്നെ ചോദിക്കാതിരുന്ന ഒരു ചോദ്യം, എന്നാണ് നിങ്ങളിത് സമർപ്പിച്ചത് എന്നാണ്. അതേപോലെ തന്നെ ഈ 2023-24 യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഏത് സമയത്താണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ആരോഗ്യമന്ത്രി മറുപടി പറയേണ്ടതാണ്. പിന്നെ ഇതിലൊരു സാങ്കേതികപരമായിട്ടുള്ള ഒരു വിഷയം കൂടിയുണ്ട്. കാരണം ഈ നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളെ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ, അതിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, അതുകൂടാതെ അർബൻ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളും അർബൻ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകളുമുണ്ട്. ഇവിടെയെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻസ് കിട്ടുന്നതാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻസ് കിട്ടുന്നതായതുകൊണ്ട് തന്നെ ഇതിലെല്ലാം തന്നെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ള ബ്രാൻഡിംഗ് ഉണ്ടാവുകയും കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ള ഒരു നിഷ്കർഷ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും കേന്ദ്ര സർക്കാർ നേരത്തെ നൽകിയിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഈ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിറാണ് എന്ന് പറയുകയും ആരോഗ്യം പരമം ധനം എന്ന പേരിലേക്കുള്ളവരുടെ ഒരു സ്ലോഗൻ അതിൽ പ്രദർശിപ്പിക്കണമെന്നും ലോഗോ പ്രദർശിപ്പിക്കണം എന്നും പറഞ്ഞിരുന്നു. ഇത് കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്ന ഡെഡ് ലൈൻ 2023 ഡിസംബറാണ്. ഇപ്പോൾ 2023-24 ധനകാര്യ വർഷത്തിലുള്ളതാണത്. ആ വർഷത്തിൽ 2023 ഡിസംബറിൽ ഇത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത്, നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് അത് പറ്റില്ല എന്നാണ്. കാരണം അത് നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ സംസ്കാരത്തിനും വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് രണ്ടും കൂടി ഒത്തുപോകുന്നില്ല, അതുകൊണ്ട് ഇത് സാധ്യമല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ കേന്ദ്രം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഈ കേന്ദ്ര സർക്കാരിൻ്റെ അസിസ്റ്റൻസോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കോ ബ്രാൻഡിങ് അവിടെ നടത്തിയേ മതിയാകൂ. പൂർണ്ണമായിട്ട് കേന്ദ്രത്തിൻ്റെ ലോഗോ മാത്രം പ്രദർശിപ്പിക്കണമെന്നോ കേന്ദ്രത്തിൻ്റെതായ പേരുകൾ അവിടെ വെക്കണമെന്നോ അല്ല പറഞ്ഞിരുന്നത്, കോ ബ്രാൻഡിങ് എന്ന വാക്കാണ്. അതായത് അതിൽ 2 ആൾക്കാരുടെ ബ്രാൻഡിങ് ഉണ്ടാകും. അത് പ്രകാരം ലോഗോ വരുന്നത് തന്നെ കേരള സർക്കാരിൻ്റെ ലോഗോ അവിടെ പ്രദർശിപ്പിക്കാം, നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ ലോഗോ അവിടെ പ്രദർശിപ്പിക്കാം, അതിനോടൊപ്പം തന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ലോഗോയും അവിടെ പ്രദർശിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതായത് രണ്ടുപേരും പണം കൊടുക്കുന്നുണ്ടല്ലോ, കേന്ദ്രത്തിൽ നിന്ന് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫണ്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ പണം ഇതിന് മുടക്കുന്ന ആൾക്കാരുടെ ലോഗോ, ഒപ്പം അവരിതിനെ എന്താണ് വിളിക്കുന്നത്, നമ്മളിവിടെ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് വിളിച്ചോട്ടെ, കുഴപ്പമില്ല, പക്ഷേ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ള പേരും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകണമെന്നും നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ആരോഗ്യം പരമം ധനം എന്ന രീതിയിലത്തേക്ക്, ആരോഗ്യമാണ് സർവശ്രേഷ്ഠമായിട്ടുള്ള ധനം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്ലോഗൻ പറയുക. ഇത് രണ്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തിനോ നമ്മുടെ ഭാഷയ്ക്കോ വിരുദ്ധമാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ് പ്രശ്നം? ആരോഗ്യം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ധനം എന്ന് പറഞ്ഞാൽ അതിലെന്താണ് പ്രശ്നം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാൾക്കാരുടെയും ലോഗോ ഒന്നിച്ചു കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ നമുക്ക് ഒരു എതിരഭിപ്രായം പറയാമായിരുന്നു. എവിടെയാണ് പാർത്ഥൻ? ഇതിൽ നമ്മുടേതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ പേര് പൂർണ്ണമായിട്ടും എടുത്ത് കളയണം, നമ്മുടെ ലോഗോ പൂർണ്ണമായിട്ട് എടുത്ത് കളയണം, നമ്മൾ എന്തെങ്കിലും സ്ലോഗൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ ഈ എതിർപ്പിൽ കാര്യമുണ്ട്. മറിച്ച് നിങ്ങളുടേതിൻ്റെ കൂടെ ഞങ്ങളുടേതും വെക്കണം, കാരണം ഞങ്ങളും പണം തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും എന്താ ചെയ്യുക, കേന്ദ്രത്തിൻ്റെ സ്കീം പല കാര്യങ്ങളും അസിസ്റ്റൻസ് വരുന്ന, ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് വരുന്ന പല കാര്യത്തിലും ആ ഭാഗത്തിനെ പറ്റി മിണ്ടാതെ നമ്മുടേത് എന്ന രീതിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിന് ക്ഷീണമാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മളതിനെ എതിർത്തിരുന്നത്. എന്നിട്ട് ഡിസംബർ 2023 എന്ന അൾട്ടിമേറ്റം കൊടുത്തിട്ടും അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ NHMന് കൊടുക്കാനുള്ള പണം ആ സാമ്പത്തിക വർഷം റിലീസ് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞിട്ടും നമ്മളത് ചെയ്യാതെ, നമ്മളത് ചെയ്യില്ല എന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ട് അവസാനം കഴിഞ്ഞ 2024 ജൂൺ മാസത്തിലാണ് നമ്മളിതെല്ലാം തന്നെ എഗ്രി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള പിടിവാശി, ദുർവാശിയുടെ പേരിൽ NHMന് കൃത്യസമയത്ത് കിട്ടേണ്ടിയിരുന്ന ഫണ്ട് കിട്ടാതെ അത് കിട്ടാനുള്ള സാധ്യതയെല്ലാം മുടക്കിയതിന് ശേഷം, എന്നാൽ ആ വാദത്തിൽ ഉറച്ചു നിന്നോ? അതുമില്ല. മറിച്ച് പിന്നീട് ഒരു 6 മാസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് കേന്ദ്രത്തിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരാൾ, അങ്ങനെ ചെയ്തിരിക്കുന്ന ആരോഗ്യമന്ത്രി, സംസ്ഥാന സർക്കാർ, ആരോഗ്യ വകുപ്പ്, ഇവർക്കാണ് 2023-24 സാമ്പത്തിക വർഷത്തിലെ പണം കൃത്യസമയത്ത് കിട്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഇത് 2023 ഡിസംബറിൽ തന്നെ നൽകേണ്ടതാണ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ കംപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ പണം നൽകുക എന്ന യാതൊരു വിധത്തിലുള്ള ഒബ്ലിഗേഷനും ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് JP നഡ്ഡ പറയുന്നത്, നിലവിലുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം, നിലവിലുള്ള ഞങ്ങളുടെ കണക്കുകൾ പ്രകാരം ഞങ്ങൾ ഒന്നും കൊടുക്കാനില്ല,
എന്ന് വെച്ചാൽ ആ സമയത്ത് ഇത് കൊടുക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനില്ല. അത് ലാപ്സാക്കി കളഞ്ഞതാരാണ്? നമ്മളാണ്. എന്നാൽ നമ്മൾ ആ ആശയത്തിൽ ഉറച്ചു നിന്നോ? ഇല്ല. 6 മാസം പിന്നീട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കേന്ദ്രത്തിൻ്റെ വഴിക്ക് പാട്ടും പാടി പോവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെയുണ്ട്. ഇനി 2, ഇതിൻ്റെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിലേത് നമ്മൾ ഏത് സമയത്താണ് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് തീയതി വരണം. ഇനി ആ തീയതി വരുമ്പോൾ പോലും ആ പണം റിലീസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൻ്റെ താല്പര്യമാണ്. കാരണം കംപ്ലയൻസ് വരുന്നത് ഈ വർഷത്തിലാണ്, ഈ സാമ്പത്തിക വർഷത്തിലാണ്. അതായത് 2024 ജൂണിൽ വരിക എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ 2024-25 ആണ്. മറിച്ച് 23-24 ചെയ്യേണ്ടുന്ന കാര്യം അവിടെ ചെയ്യാതിരുന്നതിന് ശേഷം അത് അടുത്ത വർഷം ക്ലെയിം ചെയ്തതിന് ശേഷം പിന്നീട് പഴയത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് അതിൽ കൊടുക്കണമെന്ന് തോന്നിയാൽ കൊടുക്കാം എന്നതിനപ്പുറത്തേക്ക് അത് നമ്മുടെ അവകാശമാണെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങാനായിട്ട് നമുക്ക് സാധ്യമല്ല. കാരണം ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്. കേന്ദ്ര സർക്കാരിന് അവരുടെ അധികാരമുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്, അത് നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്ന രീതിയിലത്തേക്ക് ഇവിടെ വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കുകയാണ്. ഇതേ കാര്യം തന്നെയാണ് GST കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം, കേരളത്തിനും അതേപോലെ ബാധകമായിട്ടുള്ള കാര്യം, കേരളത്തിനോട് വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന GST കൗൺസിലിൽ ചർച്ച ചെയ്ത് എഗ്രി ചെയ്തിരിക്കുന്ന കാര്യത്തിനെ നമ്മളിപ്പോഴും പറയുന്നത് എന്താണ്? കേരളത്തിന് അർഹമായിട്ടുള്ള GST കോമ്പൻസേഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല. കേന്ദ്ര ധനകാര്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായിട്ടും പേ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടുന്ന കേന്ദ്ര ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ഫണ്ട്. അത് 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്തുണ്ടായിരുന്ന കണക്ക് വെച്ചുകൊണ്ട് അതേ കണക്കിൽ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കരയുകയാണ്. നേരെ മറിച്ച് ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകളിൽ, കമ്മ്യൂണിക്കേഷനുകളിൽ, കത്തിടപാടുകളിൽ ഒരിടത്തും ഇവരിതിനെപ്പറ്റി മിണ്ടില്ല. കാരണം ഇത് കിട്ടുന്ന കാര്യമല്ല എന്നും ഇതിന് നമ്മുടെ ഭാഗത്ത് ന്യായമില്ല എന്നും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ രാഷ്ട്രീയമായിട്ട് അണികളോടും ജനങ്ങളോടും പറയുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി നമ്മളെ വീർപ്പുമുട്ടിക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ദുരുപയോഗിക്കുകയാണ്. അതുതന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി മന്ത്രി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു വാദം ഉന്നയിച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നാൽ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോടുള്ള എൻ്റെ അഭ്യർത്ഥന 2 ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്ന്, എപ്പോഴാണ് നിങ്ങൾ ഈ 2023-24 യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നത്? ആ തീയതി പറയുക. 2, ആ സമയത്ത് 2023-24 നിങ്ങൾ ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ള കോബ്രാൻഡിംഗ് ഗൈഡ് ലൈൻസ് കംപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ പണം കിട്ടൂ എന്നറിഞ്ഞിട്ടും ആ കാലയളവിൽ നിങ്ങളത് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യവും കൂടി ചോദിക്കുക. അപ്പോൾ ഇവരുടെ ഈ കാപട്യം, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ കാപട്യം അപ്പോൾ പൊളിഞ്ഞു വീഴുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. എന്ത് തന്നെയായാലും ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ അനാവശ്യ പിടിവാശികൾ മൂലം, ചില രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യങ്ങൾ മൂലം വരുത്തി വെച്ചിട്ടുള്ള വിനയാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സ് അടക്കമുള്ള ആളുകൾ, ആരോഗ്യ പ്രവർത്തകരൊക്കെ അനുഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അങ്ങയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എന്ത് തന്നെയായാലും സുരേഷ് ഗോപിയുടെ ഇടപെടലും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അനുഭാവപൂർണ്ണമായ ഈ ഇടപെടലും ഒക്കെ തന്നെ അവർക്കൊരു ഗുണകരമായ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.